പ്രഖ്യാപിച്ചത് മൺട്രോത്തുരുത്തിനെയാണ്. സഞ്ജീവ ഘോഷ്. നമസ്കാരം. കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അക്വാഫാമായ ഒറിക്ക ലിമിറ്റഡിൻ്റെ മുൻ ഡയറക്ടറും കഴിഞ്ഞ 30 വർഷമായി മത്സ്യകൃഷിയിൽ വളരെ വിജയപ്രദമായി മത്സ്യകൃഷി നടപ്പിലാക്കി വരുന്ന വ്യക്തിയുമായ ശ്രീ കെ സേവ്യർ പയസാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാറ് ഒരു നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗവും രാജിവെച്ച് ഒറീസയിലും ആന്ധ്രയിലും അതുപോലെ പശ്ചിമ ബംഗാളിലുമൊക്കെയുള്ള വിശാലമായ മത്സ്യകൃഷി രംഗത്തേക്ക് വളരെ ഉറച്ച ഒരു ചുവടുവെപ്പാണ് നടത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് സാർ എത്തിയിരിക്കുന്നത്. സാറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് സമുദ്ര ഉൽപ്പാദനത്തിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും പലപ്പോഴും നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് നമുക്ക് മത്സ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പറയുന്ന പോലെ അമോണിയയും ഫോർമലിനും യൂറിയയും ഒക്കെ ഇട്ട് ഹാനികരമായ, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ കൊണ്ടുവരുന്ന മത്സ്യമാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ അഗ്രികൾച്ചർ ചെയ്യുന്നത് പോലെ നമ്മുടെ വീട്ടുവളപ്പിനോട് ചേർന്ന് ഒരു ചെറിയ ടാങ്കൊക്കെ കെട്ടി നമ്മുടെ വീട്ടിനാവശ്യമായിട്ടുള്ള മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കഴിയും. എങ്ങനെയാണ് സാർ അത് നമുക്ക് എങ്ങനെ? ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥല പരിമിതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഒരു വീടിനോട് ചേർന്ന് ഒരു ടാങ്ക് കെട്ടുക. ടാങ്ക് എന്ന് പറഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടുള്ള ടാങ്കുകളാണ്? അതിനെന്ത് വലിപ്പം വേണം? ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ സാർ? നമുക്ക് ടാങ്ക് വേണമെങ്കിൽ കോൺക്രീറ്റ് ടാങ്ക്സ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ FRP ഫൈബർ ഗ്ലാസിൻ്റെ ടാങ്കുകൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഫെറോ സിമെൻ്റ് കൊണ്ടുണ്ടാക്കാം. പക്ഷേ ഒരു കുടുംബത്തിന്, നമ്മളുടെ സാർ ചോദിച്ച പോലെ ഒരു കുടുംബത്തിന്, ഒരു 4 പേരുടെ ഒരു കുടുംബത്തിന് ഒരാഴ്ച അവർ 4 കിലോ ഫിഷ്, അതാണ് നമ്മുടെ ഒരു കണക്ക് എന്ന് പറയുന്നത്. വിചാരിച്ചാൽ ഒരു വർഷം അവർക്കൊരു 200, 208, 210 കിലോ, 250 കിലോ ഫിഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ½ സെൻറ്റ് സ്ഥലം, അര സെൻറ്റ് സ്ഥലത്ത്, അര സെൻറ്റ് വേണ്ട, ½ സെൻറ്റ്, ഹാഫല്ല 1/4 ഒരു 10,000 ലിറ്റേഴ്സ് കൊള്ളുന്ന ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ, സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കുക. സിമെൻറ്റ് ടാങ്ക്, അതുപോലെ അത്രയും വെള്ളം സൂക്ഷിക്കാൻ പറ്റിയ ഏതെങ്കിലും ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 250 കിലോ ഫിഷ് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അതിന് നമുക്ക് യാതൊരു എന്ന് വെച്ചാൽ വലിയ ടെക്നിക്കൽ ചിലവൊക്കെ എങ്ങനെ വരും സാർ? അതിൻ്റെ ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ കോൺക്രീറ്റ് ടാങ്കിൽ ചെയ്യുമ്പോൾ സാധാരണ പണ്ടൊക്കെ പറ്റിപ്പോണ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ടാങ്കിൽ ചെയ്യുമ്പോൾ അതിന് ഓക്സിജനേഷൻ ഒന്നും കൊടുക്കാറില്ല. ഇല്ല. ഓക്സിജനേഷൻ
കൊടുക്കാതെ വന്നാലും വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഫിഷ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എയറേഷനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൂടി ഒരു 75,000 രൂപ നമ്മൾ മുടക്കേണ്ടി വരും. 75,000 രൂപ മുടക്കി നമ്മളൊരു 10,000 ലിറ്റർ വെള്ളം കിട്ടുന്ന ടാങ്ക് മാത്രമല്ല, ടാങ്കിനോടനുബന്ധിച്ചുള്ള എല്ലാ ഉപകരണങ്ങളും, അതിനാണ് ഈ ചിലവ് 75,000 എന്ന് പറയുന്നത്. സാർ, അത് ഈ ടാങ്ക് കിട്ടുമ്പോൾ ടാങ്ക് എങ്ങനെ, അതിൻ്റെ ഒരു പ്രത്യേക ആകൃതിയോ എന്തെങ്കിലും? ഏറ്റവും നല്ലത് ഒരു സർക്കുലർ ടാങ്ക് ആയിരിക്കും. റെക്ടാങ്കുലറിനേക്കാൾ നല്ലത് സർക്കുലർ തന്നെയാണ്. സ്ക്വയർ ആകാം, അത് ശരി. പക്ഷെ ഏറ്റവും നല്ലത് നമുക്കൊരു സർക്കുലർ ടാങ്ക് ആയിരിക്കും. ഈ ടാങ്കിന് വേറെ പ്രത്യേക രീതിയിലുള്ള നിർമ്മാണം വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടാവും? സർക്കുലർ ടാങ്ക് ആണെങ്കിലും കോൺക്രീറ്റ് ടാങ്ക്, ബാക്കി റെക്ടാങ്കുലറോ അല്ലെങ്കിൽ സ്ക്വയർ ടാങ്കുകളാണെങ്കിലും അതിൽ സെൻറ്ററിൽ നമ്മളൊരു ഡ്രെയിൻ കൊടുക്കും, നമ്മുടെ എക്സ്ക്രീഷ്യയൊക്കെ പുറത്തേക്ക് കളയാനായിട്ടുള്ള. അത് എങ്ങനെയാണ് സാർ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്തെടുക്കുന്നത്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഈ ടാങ്കിൻ്റെ ഏറ്റവും നടുക്കായിട്ട് നമ്മളൊരു യു ബെൻഡ് കൊടുക്കും. യു ബെൻഡ് കൊടുത്തിട്ട് അതിൽ ഒരു PVC പൈപ്പ് ഫിക്സ് ചെയ്യും. ആ പൈപ്പ് സെൻറ്ററിൽ കൂടി വന്നിട്ട് ഈ ടാങ്കിൻ്റെ താഴെ കൂടെ പുറത്തേക്ക് വരും. ഓ ശരി, പുറത്ത് വാൽവ് തുറക്കാവുന്ന സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ടാങ്കിൽ വരുന്ന അഴുക്കുകളൊക്കെ ഒരു പരിധി വരെ ഈ ടാങ്ക് തുറക്കുമ്പോൾ, ടാങ്കിലെ ഈ വാൽവ് തുറക്കുമ്പോൾ അത് പുറത്തു പോകും. കോൺക്രീറ്റ് ടാങ്ക് ആകുമ്പോൾ നമ്മൾ കുളങ്ങൾ പോലെയല്ല, കോൺക്രീറ്റ് ആകുമ്പോൾ വരുന്ന ആ വേസ്റ്റുകളെല്ലാം ആ ടാങ്കിൽ തന്നെ അടിഞ്ഞുകൂടും. അപ്പോൾ അത് വെള്ളം ചീത്തയാവാനും ക്രമേണ മത്സ്യത്തിന് ഹാനികരം സാധ്യതയുണ്ട്. അമോണിയ വരാൻ. ഓ അത് ശരി. ഈ പലപ്പോഴും നമ്മുടെ ഈ ചെറിയ ടാങ്കുകളും ചെറിയ കുളങ്ങളിലും മത്സ്യം വളർത്തുന്ന കർഷകർക്കും വീട്ടമ്മമാർക്കും ഒക്കെ വരുന്ന ഒരു സംശയം അതാണ്. ഇത് നമ്മളെ വീട്ടിലെ വേസ്റ്റാണ് മിക്കവാറും കൊടുക്കുന്നവർ. ടാങ്ക് എന്ന് പറഞ്ഞാൽ പഴയ ടാങ്ക്, പുതിയ ടാങ്ക് ആണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്കിനി നിർമ്മിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. പഴയ ടാങ്കുകളാണെങ്കിൽ അത് എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും? അതിനകത്ത് തന്നെ വളർത്താൻ പറ്റുമോ അതോ മോഡിഫൈ ചെയ്ത് മാറ്റേണ്ടി വരുമോ നമ്മുടെ ഈ പുതിയ രീതി? അല്ല, മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് സൈഫൺ ചെയ്ത് കളയാം. അഴുക്ക് സൈഫൺ ചെയ്ത് കളയാം. ചെറിയ ടാങ്ക് ആകുമ്പോൾ നമുക്ക് സൈഫൺ ചെയ്ത് കളയാൻ പറ്റും. അതിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ട് നമുക്ക് ആ വെള്ളം, അല്ലെങ്കിൽ അതിന്റെ പ്രതലം ചരിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഹോളിട്ട് പൈപ്പ്, അല്ല നേരത്തെ ഉള്ള ടാങ്ക് അത് ചെയ്താലും മതി. ഒരു സൈഡിൽ നമുക്ക് അഴുക്ക് കളയാൻ പറ്റും. നമുക്ക് ഈ ടാങ്ക്, നമ്മുടെ ഒരു പുതിയ ടാങ്ക് കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ ടാങ്ക് ഒന്ന് അക്ലമറ്റൈസ് ചെയ്തെടുക്കേണ്ടുന്നതിന് പ്രക്രിയകൾ വല്ലതും ഉണ്ടോ? അതുണ്ട്. ഈ ടാങ്കിന് സാധാരണ നമ്മൾ സിമെന്റ് ഒക്കെ ആകുമ്പോൾ അതിനൊരു സിമെന്റ് പുളിയും ഒക്കെ ഉണ്ടാകുമല്ലോ. നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വള്ളങ്ങളൊക്കെ അടിക്കുന്ന ഒരു തരം ഗ്ലൂവും റെസിനൊക്കെ കിട്ടും. അതിന് കോട്ടിങ് കൊടുക്കും. ആ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതല്ല സാധാരണ രീതിയിൽ ഈ ചാണകമോ അതുപോലുള്ളൊക്കെ അല്ല, അത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഈ പെയിൻറ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ചാണകമൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് ആ സിമെൻറ്റിൻ്റെ പുളിപ്പൊക്കെ മാറി കിട്ടണം. ഇല്ലെങ്കിൽ മത്സ്യത്തിന് ചത്തുപോകാനുള്ള സാധ്യത. സാറേ, നമുക്കൊരു കോളുണ്ട്, നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ. ഹലോ, നമസ്കാരം സാർ. നമസ്തേ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് KC ഡൊമിനിക് ആണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ? കൊല്ലത്ത് എവിടെ നിന്നാണ്? കൊല്ലത്ത് ചവറ തെക്കും ഭാഗം. ചവറ തെക്കും ഭാഗം. മത്സ്യകൃഷി പഞ്ചായത്ത്. മത്സ്യകൃഷിയൊക്കെ നടത്തുന്ന? മുമ്പ് ഞാൻ മത്സ്യകൃഷി നടത്തിയ ആളാണ്. കൂടിനുകളിൽ മത്സ്യകൃഷി നടത്തിയ ഒരു വ്യക്തിയാണ്. കേജ് കൾച്ചർ ആണോ? അതെ അതെ. അത് ശരി. എന്താണ് സാറിനോട്, നമ്മുടെ പൈസാറിനോട് എന്താണ് ചോദിക്കാനുള്ളത് ഡൊമിനിക്കിന്? എനിക്ക് ഈ കൂട്ടിന്റെ നീളം, വീതി, കരയിൽ എന്ത് രീതി ചെയ്യണം, എന്തോ ഹൈറ്റ് വേണം എന്നറിയാനാണ് സാർ. അദ്ദേഹത്തിന് നമുക്ക് മത്സ്യകൃഷി നടത്തുന്ന കരയിൽ ചെയ്യുമ്പോൾ ടാങ്ക് കെട്ടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അതിൻ്റെ നീളവും വീതിയും ആഴവും എത്ര ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചത്. നല്ലൊരു കർഷകനാണ് എനിക്ക് തോന്നുന്നത്. അത് ഉപ്പുള്ള ജലാശയത്തിലും അതുപോലെ നന്മയുള്ള ജലാശയത്തിലും വളർത്താമോ കരിമീൻ, ഏതെല്ലാം മത്സ്യങ്ങൾ വളർത്താം എന്നതിനെ പറ്റിയുള്ള അറിവാണ്. തീർച്ചയായിട്ടും നമുക്ക് പൈസാറിൻ്റെ അടുത്ത് ചോദിക്കാം. കാര്യം അദ്ദേഹം ഈ മത്സ്യകൃഷിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തന രംഗങ്ങളിലും വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. സാർ, അദ്ദേഹം ചോദിച്ചതിൻ്റെ മറുപടി സാധാരണ ഒരു ടാങ്ക് കെട്ടുന്നതിന് എന്തോ നീളം വേണം, വീതി വേണം, ആഴം വേണം. അതുപോലെ കരിമീനാണ് വളർത്തുന്നതെങ്കിൽ അത് നല്ല വെള്ളത്തിൽ ഫ്രഷ് വാട്ടറിലും ചെയ്യാമോ സലൈൻ വാട്ടറിലും ചെയ്യാമോ എന്നുള്ളതാണ് സംശയം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ടാങ്കിലാണ് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ആകാം, റെക്റ്റാങ്കിൾ ആകാം, അല്ലെങ്കിൽ സർക്കുലർ ടാങ്ക് ആകാം. അപ്പോൾ സർക്കുലർ ടാങ്ക് എന്ത് ടാങ്ക് ആയാലും അതിൽ മിനിമം 1 മീറ്റർ ഡെപ്ത് വാട്ടർ വേണം. പിന്നെ ഈ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരു 250 കിലോ ഫിഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10,000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നീളം ഇപ്പോൾ റെക്റ്റാങ്കിളാണെന്നുണ്ടെങ്കിൽ 5x2 ആകാം, അതനുസരിച്ചിട്ട്. അതുപോലെ ഒരു 3.2 × 3.2 അങ്ങനെ നീളവും വീതിയും, ഒരു 1 മീറ്റർ ഡെപ്ത്, അപ്പോൾ ഒരു 1.25 മീറ്റർ ഹൈറ്റ് വേണം. ഒരു മീറ്റർ വാട്ടർ വേണം. 25 സെൻറ്റിമീറ്റർ എങ്കിലും ഈ വാട്ടർ ലെവലിന് മുകളിൽ ഈ ടാങ്ക് ഉണ്ടാകണം. അപ്പോൾ ഏതെങ്കിലും നമുക്ക് മെറ്റീരിയൽ ഉപയോഗിക്കാം, പക്ഷേ വാട്ടർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കും. അതേ ഉള്ളു. കരിമീനി നമ്മുടെ നല്ല വെള്ളത്തിലും പിന്നെ സലൈൻ വാട്ടറിലും വളർത്താം. രണ്ടിലും വളർത്താം. നമുക്ക് നല്ല വെള്ളത്തിലും വളർത്താം, ഒരു വെള്ളത്തിലും വളർത്താം. അത് ഈ തിരുത എന്ന് പറഞ്ഞൊരു മത്സ്യം ഉണ്ടല്ലോ, തിരുത എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. തിരുത അതിൽ കുറച്ച് സലിനിറ്റിയൊക്കെ വേണ്ടി വരും. ചെറിയ സലിനിറ്റിയിൽ വളർത്താൻ പറ്റുന്നതാണ് തിരുതയും കണമ്പും ഒക്കെ. അത് നമ്മുടെ കരിമീൻ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിലും വളർത്താം, ഉപ്പുവെള്ളത്തിലും വളർത്താം. അതിന് ഒരു കാര്യം കൂടി ചെയ്താൽ നല്ലതായിരിക്കും. കരിമീൻ നമ്മൾ ഫ്രഷ് വാട്ടറിൽ വളർത്തുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. പക്ഷേ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് അതിൽ കുറച്ച് സലൈൻ വാട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിമീൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ടേസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും. ഫ്രഷ് വാട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറ്റി സലൈൻ വാട്ടറിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു നല്ല അറിവാണ്. കാര്യം പലപ്പോഴും നമുക്ക് ഒരു വിവരവും കൂടെ എനിക്കൊന്ന് അറിയണം. ഞാൻ ഇതിൻ്റെ അത് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേ ഈ സാറുമായി ബന്ധപ്പെടാനും അല്ലെ എനിക്കൊരു നിർദ്ദേശം തരാനും എങ്ങനെയാണ്? സാറിൻ്റെ നമ്പരും അഡ്രസ്സും നമ്മൾ ഇത് പ്രോഗ്രാം തീരുന്ന സമയത്ത് പറയും. അപ്പോൾ ഡൊമിനിക് ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി. അത് സാറും കൊല്ലത്ത് തന്നെ, ഇപ്പോൾ തൽക്കാലം കൊല്ലത്ത് തന്നെ സ്റ്റേ ചെയ്യുന്ന കക്ഷിയാണ്. അതുകൊണ്ട് നേരിട്ട് കാണാനും കഴിയും. എന്തായാലും വിളിച്ചതിൽ നന്ദി. സംശയം സാർ ഉത്തരം പറഞ്ഞു തന്നതിൽ സന്തുഷ്ടനാണെന്ന് വിചാരിക്കട്ടെ. സാറേ, നമ്മൾ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു പുതിയ ടാങ്ക് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സീഡ് ഇടുന്നതിന് മുമ്പ് അതിനെന്തൊക്കെ ചെയ്യണം സാറ്? റെസിൻ അടിക്കണം എന്ന് പറയാം. റെസിൻ അടിക്കുകയാണെങ്കിൽ അതിനകത്ത് അടുത്ത ദിവസം സ്റ്റോക്ക് ചെയ്യാം. റെസിൻ അടിച്ചില്ലെങ്കിൽ തന്നെ പിന്നെ എപ്പോക്സി പെയിന്റ് കിട്ടും. എപ്പോക്സി പെയിന്റ് അത് ഫുഡ് ഗ്രേഡ് വാങ്ങിക്കും. മറൈൻ ഗ്രേഡ് ഒക്കെ കിട്ടും. അത് പറ്റത്തില്ല, അത് വെള്ളത്തിനൊക്കെ അടിക്കും. അപ്പോൾ ഇത് ഫുഡ് ഗ്രേഡ് വാങ്ങിച്ചിട്ട് ഫുഡ് ഗ്രേഡ് അടിച്ചു കഴിഞ്ഞാലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. അല്ലാതെ നമ്മൾ പിന്നെ സിമെന്റിന്റെ പുളി കളയാനായിട്ട് സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ചാണകമൊക്കെ തേച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞ് വെള്ളം മാറ്റി അതിൻ്റെ പുളിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. നമ്മൾ സാധാരണ ഇപ്പോൾ പറഞ്ഞ പോലെ 10,000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കെട്ടി അതിനകത്ത് ഈ പറയുന്ന പിന്നെ എപ്പോക്സി പെയിൻറ്റും ഒക്കെ അടിച്ചതിന് ശേഷം എത്ര സീഡ് സ്റ്റോക്ക് ചെയ്യാനൊക്കും? അത് ഏതൊക്കെ മത്സ്യത്തിൻ്റെയാണ് നമുക്ക് ആദായകരമായിട്ട് വളർത്താൻ പറ്റുന്ന മത്സ്യത്തിൻ്റെ സീഡ് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ വന്നൊരു ഫിഷ് ഉണ്ട്, അത് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയും. പഴയ തിലോപ്പിയയുടെ പുതിയ അത് പക്ഷേ ജനറ്റിക്കലി ഇംപ്രൂവ്ഡാണ്. അതാണോ സാറേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിംഗ് തിലാപ്പിയ. ഓ, അത് ശരി. ഇത് ലോകം മുഴുവൻ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു ഫിഷാണത്. അതിന് നല്ല ഗ്രോത്ത് ഉണ്ട്. അത് നമ്മുടെ സാധാരണ തിലോപ്പിയും ഈ ഗിഫ്റ്റ് തിലോപ്പിയും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ തിലാപ്പിയ നമ്മുടെ ഇവിടെ ഉള്ളത് തിലാപ്പിയ മൊസാംബിക്ക എന്ന് പറയും. ഇത് പിന്നെ ഒറിയോക്രോമസ്. തിലാപ്പിയൊക്കെ വേറൊരു പേരാണ് ഒറിയോക്രോമസ്. ഒറിയോക്രോമസ് നിലോട്ടിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി. അല്ല, ഇത് തമ്മിൽ ഈ വളർത്തുന്നതിനുള്ള വ്യത്യാസം വരാൻ കാര്യം എന്താണ്? വളർത്താൻ ഏറ്റവും ലാഭം ഗിഫ്റ്റ് തിലോപ്പിയാണെന്ന് പറയും. ഗിഫ്റ്റ് തിലോപ്പിയയിൽ എല്ലാം മെയിലായിരിക്കും. ഒറ്റ ഫീമെയിൽ ഉണ്ടാവും. മൊസാംബിക്കയിൽ സാധാരണ പണ്ട് നമുക്ക് കെട്ടിക്കുന്ന തിലാപ്പിയൊക്കെ അത് മെയിലും ഫീമെയിലും ഉണ്ടാവും. അതുകൊണ്ട് സൈസ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അത് ബ്രീഡ് ചെയ്ത് കളയും. 2-3 മാസം കഴിയുമ്പോഴേക്കും മുട്ടയിട്ട് അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് കുറവായിരിക്കും, എണ്ണം കൂടിയിരിക്കും. ഓ, അത് ശരി. അപ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ആകും. ഗിഫ്റ്റ് തിലോപ്പിയയിൽ എല്ലാം മെയിൽ തന്നെ അല്ലെങ്കിൽ ഫീമെയിൽ തന്നെ. അതിൻ്റെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്.
അത് ശരി. 6 മാസം കൊണ്ട് ഒരു 500 ഗ്രാം കിട്ടും നമുക്ക്. അത് ശരി. അപ്പോൾ അത് 2 ക്രോപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എടുക്കാൻ പറ്റും. അതും ഈ 10,000 ലിറ്ററാണ് ടാങ്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം 250 പീസ് ഇടാം അതിൻ്റെ അകത്ത്. 250 പീസ്. അപ്പോൾ 500 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് 125 കിലോ കിട്ടും. അത് 2 പ്രാവശ്യം എടുക്കും. ഇനി ഇത് തന്നെ നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ഹാപ്പ പോലെ ഇട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക. വലുത് നമ്മൾ പിടിച്ച് മാറ്റുമ്പോൾ ഈ കുറേശ്ശെ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് ഇട്ടു. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണോ? ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങി. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അക്വാകൾച്ചർ സെൻ്റർ ഉണ്ട് അവിടെ. അല്ല, വിജയവാഡ. അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. മത്സ്യപ്പെട്ടത് വിതരണം ചെയ്യുന്നുണ്ട്. അത് ശരി. അതുപോലെ പല ഏജൻസികളും അതിപ്പോൾ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിന് പ്രത്യേക വല്ല ലൈസൻസോ ഒക്കെ എടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഫിഷറീസിന്റെ ജില്ലാ ഓഫീസിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ടാങ്കിൽ ചെയ്യുന്നതിന് അങ്ങനെ ഐസൊലേറ്റഡ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഫാമുകളിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം. ഈ ഗിഫ്റ്റ് തിലോപ്പി അല്ലാതെ വേറെ ഏതൊക്കെ മത്സ്യങ്ങൾ നമുക്ക് ടാങ്കിനകത്ത് കരിമീൻ വളർത്താം? വീടിനോട് അറ്റാച്ച് ചെയ്ത ഒരു ടാങ്കിൽ ലാഭകരമായിട്ട് ആദായകരമായിട്ട് വളർത്തിയെടുക്കാം. കരിമീൻ വളർത്താം. കരിമീൻ വളർത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി കിട്ടിയെന്ന് വരത്തില്ല. ഒരു 300 പീസ് ഈ ടാങ്കിൽ ഇടാൻ പറ്റും. അതൊരു 200 ഗ്രാമൊക്കെ ആകത്തുള്ള സൈസ്. പൊതുവിലുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ കരിമീൻ ഇട്ട് കഴിഞ്ഞാൽ കരിമീൻ അത്ര പ്രോപ്പറായിട്ടൊരു വളർച്ച കിട്ടുന്നില്ല എന്നൊരു സംശയം. അത് ഈ വളർച്ച കിട്ടാതെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഫീഡിലെ പ്രോട്ടീൻ കണ്ടന്റ് വളരെ. കരിമീന് പ്രോട്ടീൻ കൂടുതൽ അല്ല, അത് കരിമീനെ ഈ തിലാപ്പിയ പോലെ ഇത്ര കൂടുതൽ ഫീഡ് എടുക്കത്തില്ല. അപ്പോൾ എടുക്കുന്ന ഫീഡ് ക്വാളിറ്റി ഫീഡായിരിക്കും. അത് ശരി. അപ്പോൾ നമ്മൾ നല്ല ഒരു 40% ഒക്കെ അല്ലെങ്കിൽ ഒരു 38% പ്രോട്ടീനുള്ള ഫീഡ് കൊടുക്കണം. എന്നാലേ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ഇപ്പം അങ്ങനത്തെ ഫീഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ കരിമീൻ കൾച്ചറിൻ്റെ ഒരു ഫെയിലിയറിനുള്ള കാര്യം. അത് ശരി. ഗിഫ്റ്റ് തിലോപ്പിയ ഇപ്പം നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊടുക്കാനൊക്കെ അത് ഇപ്പോൾ നമ്മളിത് 3 പ്രാവശ്യം ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് വീട്ടിലെ വേസ്റ്റ് കുഴപ്പമില്ല. ബാക്കി ഫോർമുലേറ്റഡ് ഫീഡ് കൊടുക്കണം. അല്ലെങ്കിൽ അത്രയും ഗ്രോത്ത് കിട്ടത്തില്ല. ഈ ഫോർമുലേറ്റഡ് ഫീഡ് തന്നെ പണ്ട് നമുക്ക് സിങ്കിങ് ഫീഡായിരുന്നല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനേക്കാൾ ലാഭകരമായിട്ട് ചെയ്യാവുന്നത് ഈ ഫ്ലോട്ടിംഗ് ഫീഡ് അല്ലേ? സിങ്കിങ് ഫീഡിൻ്റെ കുഴപ്പം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര ഈ ഫിഷ് എടുത്തെന്ന് നമുക്ക് അറിഞ്ഞൂടാ. സിങ്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫീഡ് കൺസ്യൂം അത് അറിയാൻ പറ്റത്തില്ല. ഫ്ലോട്ടിംഗ് ഫീഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ഇട്ട് കൊടുത്തു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിനുള്ളിൽ എടുക്കുന്ന ഫീഡ് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. അപ്പോൾ വേസ്റ്റേജ് കുറയുമ്പോൾ വെള്ളം പെട്ടെന്ന് ചീത്തയത്തില്ല. അതുപോലെ വെള്ളത്തിൽ അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് അങ്ങനെയുള്ള ആ ഗ്യാസുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കൂടെ ഇടയ്ക്കുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വെള്ളം ചീത്തയാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ടാങ്ക് ആയതുകൊണ്ട് വെള്ളം മാറ്റേണ്ടുന്ന സമയമായോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വെള്ളം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്ട്രിപ്പ് ഉണ്ടാവും. ആ സ്ട്രിപ്പ് വെള്ളത്തിൽ നമ്മൾ മുക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഒരു കളർ ചാർട്ട് കൊടുത്തിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അമോണിയ ആണെങ്കിൽ അമോണിയ ഒരു 2 ppm കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിഷ് ചാകാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ നമുക്ക് കിറ്റുകൾ വാങ്ങിച്ച് നോക്കാം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ടാങ്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഫിഷിൻ്റെ ബിഹേവിയർ കണ്ടിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ കുറച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് വാട്ടർ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വെള്ളം വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു കോളും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഹലോ, ആരാണ് വിളിക്കുന്നത്? ലാൽകൃഷ്ണൻ, കൊല്ലത്തുനിന്നാണ്. ലാൽകൃഷ്ണൻ, കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കൊട്ടിയത്ത്. മത്സ്യകൃഷിയൊക്കെ നടത്തുന്നുണ്ടോ? മത്സ്യകൃഷിയായിട്ടില്ല. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ടാങ്ക് വളർത്തിയിട്ട് അതിനകത്ത് ആദ്യം ഫിലോപ്പിയ വളർത്താനാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഇവിടെ എങ്ങും ലഭിച്ചില്ലായിരുന്നു. അത് ശരി. അങ്ങനെ നമ്മളിപ്പോ മുഷിയെ മേടിച്ചിട്ട്. മുഷി നമുക്ക് ആഫ്രിക്കൻ മുഷിയാണോ? അതിനെ നിരോധിച്ചിട്ടുള്ള മത്സ്യമാണ്. അതെന്തുകൊണ്ടാണ് സർ? അത് നമുക്ക് നമ്മുടെ ഫയസാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഈ ചോദ്യം. ഫയസാറിൻ്റെ അടുത്ത് മറ്റ് എന്താണ് സംശയം ചോദിക്കാനുള്ളത്? അല്ല, ഇപ്പൊ ഈ ഫിലോപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് എവിടുന്ന് ലഭിക്കും എന്നും കൂടെ അറിയാൻ വേണ്ടിയായിരുന്നു.
അദ്ദേഹത്തിന് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അറിയേണ്ടതെന്ന് ലാൽകൃഷ്ണൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുഷിയുടെ കുഞ്ഞുങ്ങളെ ഇട്ടാണ്. അത് ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് നിരോധിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. അത് വളരെ കാർണിവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മത്സ്യങ്ങളെ അതുപോലെ തന്നെ എന്ത് ഭക്ഷണം കിട്ടിയാലും അത് കഴിക്കും. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും വൈൽഡിലേക്ക് പോയി, എന്ന് വെച്ചാൽ വേറെ ഒരു വാട്ടർ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ മത്സ്യങ്ങളെയും അത് തിന്നുകളയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ കായലിലും അതുപോലെ നമ്മളുടെ കുളങ്ങളിലൊക്കെയുള്ള മറ്റ് മത്സ്യങ്ങൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതിനൊക്കെ ഇത് എല്ലാ വസ്തുക്കളെയും അത് തിന്നും. അതുകൊണ്ട് ഇക്കോസിസ്റ്റത്തിനെ മുഴുവനായിട്ട് അത് ഒഴിവാക്കിയിരിക്കും. അത് ലാൽകൃഷ്ണൻ ചോദിച്ച ഈ തിലോപ്പിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഇപ്പോൾ മത്സ്യബെഡ് വിജയവാഡയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കർഷകർക്ക് കൊടുക്കുന്നു. ടാങ്ക് കൾച്ചറിലാണെന്ന് നമ്മൾ എഴുതി കൊടുത്താൽ നമുക്ക് അവർ ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ തരും. തീർച്ചയായിട്ടും ക്ലബ്ബായിട്ട് ബേസ് ചെയ്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വൈൽഡില് ഒരു കുളമുണ്ട്, കുളം വൃത്തിയാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലബ്ബ് ഞങ്ങൾക്ക് ഇവിടെ ക്ലബ്ബ് ഉണ്ട് ചെറിയ. ആ ക്ലബ്ബ് വെച്ചിട്ട് വലുതാക്കാൻ വേണ്ടി കൃഷിയും കൂടെ വേണ്ടി ചെയ്യാനാണ്, മത്സ്യകൃഷിയും കൂടെ ചെയ്യാനായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വയലിൽ കുളം ഉണ്ടാക്കിയ കുളത്തിനകത്ത് അവരെ ക്ലബിന്റെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്യാനായിട്ട് പെർമിഷൻ വേണ്ടി വരും. കാര്യം അത് ഐസൊലേറ്റഡ് പോണ്ടല്ല, അതുകൊണ്ട് അതിനൊരു പെർമിഷൻ വേണ്ടി വരും. എന്തായാലും കൊല്ലത്ത് നമ്മുടെ ഫിഷറീസിന്റെ ഓഫീസ് അറിയാമല്ലോ, കളക്ടറേറ്റിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസാണ് കളക്ടറേറ്റിൽ. അതല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ഫിഷ് ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഒരു ഓഫീസുണ്ട്. ഈ 2 ഓഫീസുകളിൽ എവിടെയെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള പെർമിഷന് വേണ്ടുന്ന അപേക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും. അവരാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്. പിന്നെ ഇതിന് ഫുഡ് കൊടുക്കുന്നത് മെയിനായിട്ട് എന്തുവാണ് കൊടുക്കേണ്ടത്? ഫുഡ് അത് പറഞ്ഞ കണക്ക് ഫ്ലോട്ടിംഗ് ഫീഡ് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഫ്ലോട്ടിംഗ് ഫീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് എന്തോരം ഫീഡ് കഴിക്കുന്നു, എന്ത് വേസ്റ്റ് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല മറ്റ് ഫീഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴും ശ്രദ്ധിക്കണം. പോണ്ടിൽ എന്തെങ്കിലും ഫിഷിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ചൊക്കെ ചെയ്യേണ്ടി വരും. അതേസമയത്ത് ഈ ഫ്ലോട്ടിംഗ് ഫീഡാണെങ്കിൽ നമുക്ക് വളരെ വളരെ ഇക്കണോമിക്കലായിട്ടും ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ നല്ല ഗ്രോത്ത് കിട്ടും. ഫ്ലോട്ടിംഗ് ഫീഡിൽ മിക്കവാറും അത് സോയാബീൻ ബേസ്ഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മിക്കവാറും നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാവും, നല്ല ഗ്രോത്ത് കിട്ടും. പയസാറ് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഈ വാങ്ങിക്കുന്ന ഫീഡായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വേസ്റ്റും നമുക്ക് വീട്ടിലെ വേസ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും ലാൽകൃഷ്ണൻ വിളിച്ചതിന് നന്ദി. സാറേ, ഈ നമ്മൾ പറഞ്ഞു വന്നതിനകത്ത് ഒരു സംശയം കൂടിയുള്ളത്, നമ്മുടെ ഈ ഇപ്പോൾ 2 സൈസ് മത്സ്യത്തിൻ്റെ പേര് സാറ് പറഞ്ഞു, ഗിഫ്റ്റ് തിലോപ്പിയ അതുപോലെ കരിമീൻ. വേറെ ഏതെങ്കിലും മത്സ്യം ഇതുപോലെ വളർത്താൻ ഈ വീട്ടിലെ ജൈവ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള? മലേഷ്യൻ വാള എന്ന് പറഞ്ഞിട്ടൊരു പങ്കേഷ്യസ്, ഇംഗ്ലീഷിൽ മലേഷ്യൻ വാള, അതിന് നല്ല ഗ്രോത്ത് കിട്ടും. അതിന് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ പോലും എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് വളർത്താൻ പറ്റും. 250 പോലെ നമുക്കൊരു 300-350 പീസ് അന്തരീക്ഷ വായു ശ്വസിക്കാൻ പറ്റും. അതിനധികം ഓക്സിജനേഷൻ്റെ പ്രശ്നം വരുന്നില്ല. നമ്മൾ പയസാറിൻ്റെ അഡ്രസ്സ് പറയാം. അദ്ദേഹം ഇപ്പോൾ കൊല്ലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ശ്രീ കെ സേവ്യർ പയസ്, സെൻറ്റ് ജോൺ ബോസ്കോ കമ്പനി, തിരുമുല്ലവാരം PO, പുന്നത്തറ നോർത്ത്, കൊല്ലം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9946460961 എന്നാണ് ഫോൺ നമ്പർ. ഒരിക്കൽ കൂടി 9946460961. നമുക്കറിയാം, നമ്മൾ മാലിന്യമുക്തമായ വിഷാംശം കലരാത്ത മത്സ്യം നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കി യഥേഷ്ടം ഭക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ അതിഥികൾ എത്തുമ്പോൾ നമ്മൾ മത്സ്യ മാർക്കറ്റിലേക്ക് ഓടി ഈ അമോണിയയും ഫോർമലിനും ഒക്കെ ചേർന്ന മത്സ്യം വാങ്ങിക്കൊണ്ടുവന്ന് അതിഥികളെ സൽക്കരിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം ടാങ്കിൽ നിന്നും സ്വന്തം മത്സ്യത്തെ സ്വാദോടുകൂടി ഭക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
ഭാഗ്യശ്രേയസ് ചിട്ടികളുള്ളപ്പോ സ്വന്തമായി ഒരു വീട്, കാറ് ഇതൊന്നും സ്വപ്നങ്ങളാവില്ല. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈബ്രിഡ് പച്ചക്കറി പ്രദർശനത്തോട്ടമൊരുക്കാൻ പദ്ധതി. പുതിയ തെങ്ങ് കയറ്റ യന്ത്രം കേരസുരക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന് അനുയോജ്യമായ പച്ചക്കറികളുടെ അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധന ശേഷിയുമുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രദർശന തോട്ടമൊരുക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് ഒരു നൂതന സംരംഭം ആരംഭിക്കുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി ക്ലസ്റ്ററുകളുള്ള സ്ഥലങ്ങളിൽ പ്രദർശന തോട്ടമൊരുക്കുന്നത്. പയർ, വെണ്ട, കത്തിരി, വഴുതന, മുളക്, തക്കാളി, സലാഡ് വെള്ളരി, കുമ്പളം, പാവയ്ക്ക, ശീതകാല പച്ചക്കറി വിളകൾ തുടങ്ങിയവയ്ക്കാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പന്തലിൽ വളർത്താവുന്ന ഇനങ്ങൾക്ക് 12,500 രൂപയും മറ്റുള്ളവയ്ക്ക് 10,000 രൂപയും തോട്ടം ഒന്നിന് ലഭിക്കും. പ്രദർശന തോട്ടത്തിന്റെ വിസ്തൃതി 25 സെന്റ് ആയിരിക്കണം. അതാത് സ്ഥലത്തെ കൃഷിഭവൻ തലത്തിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറി ക്ലസ്റ്ററുകളിൽപ്പെട്ട കർഷകർക്കാണ് ഇത്തരം പ്രദർശന തോട്ടമൊരുക്കാൻ സഹായം ലഭിക്കുക. തിരുവനന്തപുരം പാറശാല ചെറുവാരക്കോണത്ത് ആത്മനിലയം നഴ്സറി ഗാർഡനിൽ നടന്നുവരുന്ന അലങ്കാര മത്സ്യ പക്ഷിമൃഗാദികളുടെ പ്രദർശനവും പുഷ്പഫല സസ്യ പ്രദർശനവും വിജ്ഞാനപ്രദവും വിനോദകരവുമായി. മുതിർന്ന കർഷകനും പരീക്ഷണ കുതുകിയുമായ SJ റസാലം ഒരുക്കിയ പ്രദർശനത്തിൽ 5000-ലധികം ചെടികളുടെ വിപുല ശേഖരമുണ്ട്. അപൂർവ പുഷ്പഫല സസ്യങ്ങൾ, ഓമനപക്ഷ മൃഗാദികൾ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. 2015 ജനുവരി 7 വരെ പ്രദർശനം നീണ്ടു നിൽക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവൻ കിഴങ്ങുവർഗ്ഗ വിളകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയിലെ ആനുകൂല്യം ലഭിക്കുന്നതിനായി കൃഷിഭവൻ പരിധിയിലെ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കിഴങ്ങുവർഗ്ഗ വിളകൾ കൃഷി ചെയ്തിട്ടുള്ളവരാകണം. അപേക്ഷയോടൊപ്പം 2014 കരമടച്ച രസീതും ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഡിസംബർ 31 മുൻപ് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 367 622. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം കേരസുരക്ഷ എന്ന പേരിൽ പുതിയ തെങ്ങ് കയറ്റ യന്ത്രം പുറത്തിറക്കി. ഇരുന്നു കൊണ്ട് തന്നെ ഈ യന്ത്രം ഉപയോഗിച്ച് തെങ്ങ് കയറാം. സുരക്ഷിത തെങ്ങ് കയറ്റം ഉറപ്പാക്കും വിധം തയ്യാറാക്കിയ ഈ യന്ത്രത്തിന് ഏകദേശം 3500 രൂപയാണ് വില. ഈ യന്ത്രം ഉപയോഗിച്ച് 150 സെക്കൻഡുകൾ കൊണ്ട് ഒരു തെങ്ങിൽ കയറാം. താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 0487 2 370 മൊബൈൽ നമ്പർ 94 463 70726. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 13,100 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 13,500, കൊപ്ര കൊച്ചി 8,765, കോഴിക്കോട് 9,800, തൃശൂർ 9,035, കുരുമുളക് അൺഗാർബിൾഡ് 68,000, ഗാർബിൾഡ് 71,000, ചുക്ക് മീഡിയം 20,000, ബെസ്റ്റ് 22,000, മഞ്ഞൾ സേലം 6,900, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 14,000 രൂപ മുതൽ 15,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 12,500 രൂപ, റബ്ബർ RSS 4 12,800, കോട്ടയം റബ്ബർ RSS 5 12,500 രൂപ, റബ്ബർ RSS 4 12,800. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 13,100 രൂപ, കൊപ്ര 8,765, പിണ്ണാക്ക് എക്സ്പെല്ല 2,100, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 68,000, ഗാർബിൾഡ് 71,000, ചുക്ക് മീഡിയം 20,000, ബെസ്റ്റ് 22,000, മഞ്ഞൾ നാടൻ 6,200,
അടയ്ക്ക പുതിയത് 14,000 മുതൽ 16,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 260 രൂപ വരെ. തൊണ്ടില്ലാത്തത് 450 മുതൽ 470 വരെ. ജാതിപത്രി 700 മുതൽ 775 വരെ. ഗ്രാമ്പു 975 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 12,500. റബ്ബർ RSS 4 12,800. ഒട്ടുപാൽ 8,000 രൂപ. ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 24.4. കൊച്ചി 31.8, 24.6. ആലപ്പുഴ 31.8, 24.4. പുനലൂർ 32.6, 22.4. തിരുവനന്തപുരം 31.5, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.